യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തിൽ പറയുന്ന ശതാധിപൻ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെ മാത്രമല്ല, തൻ്റെ ഭൃത്യന്മാരെയും എല്ലാം വളരെ തുല്യമായൊരു പരിഗണന കൊടുത്ത് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭൃത്യന്മാരിൽ ഒരാൾക്ക് അസുഖം വന്നപ്പോൾ യേശുവിൻ്റെ പക്കലേക്ക് ആളെ അയക്കുന്നത്. അതുപോലെ തന്നെ ചുറ്റുമുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും ഒക്കെ പരിഗണിച്ച് സ്നേഹിച്ചിരുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടു. അവർക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിത് കൊടുത്തു. അവരെ പ്രാർത്ഥിപ്പിച്ച് ദൈവത്തിലേക്ക് അവരെ ആനയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ നന്മ ജനങ്ങൾ മനസ്സിലാക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് യഹൂദ പ്രമാണികളുടെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ ജനത്തെ അദ്ദേഹം സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി സിനഗോഗ് പണിതു എന്നൊക്കെ അവർ തന്നെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ കുടുംബാംഗങ്ങളെ മാത്രം ഒത്തിരി കരുതി സ്നേഹിച്ചാൽ പോരാ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മളെ സഹായിക്കുന്നവർ, നമ്മുടെ ഭൃത്യന്മാരെയൊക്കെ പരിഗണിക്കണം. ചുറ്റുമുള്ളവർക്കും നമ്മൾ നന്മ ചെയ്യണം. എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതം മനോഹരമായി തീരുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അതിലൂടെ അവർ ദൈവത്തിലേക്ക് ആനയിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൂടുതൽ മനോഹരമായി മാറുകയാണ്. അത് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മഹത്വമുള്ളതായി മാറുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.